ഒരു വക ചോറായി കേട്ടോ. അപ്പം തികയില്ല തോന്നി, അപ്പം വീണ്ടും അടുപ്പത്തിടുകയാണ്. അപ്പം എല്ലാവരും കൂടി ഉള്ളത് നമ്മൾ പ്രതീക്ഷിച്ചില്ല അല്ലേ അവരും കൂടി വരുന്നുള്ളത്. ഏട്ടൻ പറഞ്ഞു, പക്ഷെ നമ്മക്ക് അറിയില്ലല്ലോ ഇവര് ഉച്ചക്കാവുന്നാണ് പറഞ്ഞത്. ഇത്ര ആൾക്കാർ വരുന്നു, പിന്നെ ഭക്ഷണം തന്നില്ലെങ്കിലും വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ മെയിൻ വാർപ്പാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇളയച്ചന് പണിയില്ല, ചെറിയ ഇളയച്ചന്. വലിയ ഇളയച്ചന് അപ്പോഴത്തേന് ഇന്നൊരു ഫംഗ്ഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങോട്ട് പോയിരിക്കുക. അപ്പോൾ 4 മണിയാകുമ്പോഴത്തേന് വരും. അപ്പോൾ അവരുടെ കുട്ടിയച്ഛൻ്റെ മക്കളൊക്കെ വന്നിട്ടുണ്ട് ഹെൽപ്പ് ചെയ്യാൻ. അപ്പോൾ ചോറ് തികയില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടി അരി അടുപ്പത്തിട്ട് അരച്ചിട്ട് കറിയൊക്കെ ആയിട്ടോ. മീൻ വറുക്കുകയാണ് ഞങ്ങൾ. ഇത് അല്ല, ഞാൻ ക്ലാസ് വെച്ചിട്ടുണ്ട്. മീൻ ഇതാ വറുക്കാൻ അടുപ്പത്ത് വെച്ചിരിക്കണു. കറി ആയിട്ടോ. കറി ഞങ്ങളൊക്കെ നേരത്തെ ആക്കിയില്ലേ. ഞങ്ങൾ ഈ പണിയൊക്കെ കഴിഞ്ഞ് നോക്കുന്നു സ്വസ്ഥമായിട്ട് നമുക്ക് അവരുടെ കൂടെ പണിയെടുക്കാൻ കൂടെ. മെറ്റൽ മണലൊക്കെ ഉണ്ടല്ലോ ഇനി കൊണ്ടുവരാനല്ലേ വാർപ്പിനുള്ളത്. കറിയൊക്കെ ആയിട്ടോ. കറിയൊക്കെ ആയിട്ട് ഇതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വെള്ളപ്പയർ തോരൻ വയ്ക്കണം. അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങൾ മീൻ വറുത്തത് കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചാ. പിന്നെ ഇവര് വന്നുകൊണ്ട് നമുക്ക് ഉപ്പേരി എന്തെങ്കിലുമൊക്കെ വെക്കണം വെച്ചിട്ട് വെള്ളപ്പയർ അടുപ്പത്ത് വെക്കണം. ഭയങ്കര തിരക്കുള്ള ഒരു ദിവസം കേട്ടോ ഞങ്ങൾക്ക്. തിരിയാൻ പറ്റാത്തല്ലേ. മടള അത് അവിടെ ഇരിക്കണതാ വേണ്ടോ? അവിടെ തന്നെ കുറച്ചവിടെ വെട്ടി വെച്ചിട്ടുണ്ട്. ആ കുത്തഞ്ചാരി വെച്ചത് ഇങ്ങോട്ട് കൊണ്ടുപോയി. എന്നാൽ പിന്നെ മറ്റേലും കൂടി തീ പിടിപ്പിക്കാലോ. മുട്ട കൊടുക്കാൻ വേണ്ടിയിട്ട് പുതിയനീര് എടുത്തൂന്ന് ഫോണിൽ കണ്ടിട്ട് കുഞ്ഞാവേ ഭക്ഷണം കഴിക്കണതേ എന്തേലും ചോറ് മാറ്റി വെക്കേ. വേണത്രേ അത് വേണോ? ചോറൂണൊക്കെ കഴിഞ്ഞു ഞങ്ങൾ കേട്ടോ. രാജേട്ടൻ പോയി, വീട്ടിൽ പോയി. കുട്ടികളൊക്കെ ഉറങ്ങുമായിരുന്നു. ഒരാൾ എണീച്ചിട്ട് ഇതാ ഭക്ഷണമൊക്കെ കഴിച്ചതാ കളിക്കണു. ഞാൻ 2 ദിവസമായിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ട് വീഡിയോ ഇടാൻ ഓരോ തിരക്കിലായിരുന്നു. അമ്മയ്ക്ക് പനി, കുഞ്ഞാറ്റ വാശി കാരണം എല്ലാം കൂടിയായിട്ട് ഭയങ്കര തിരക്കായി. വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് നമ്മളെ കുറച്ച് വൈകിപ്പോയത് കേട്ടോ. ആൾക്കാരെത്തിയോന്ന്? നേരത്തെ എത്തിയോ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട്? അതെ. മറ്റൂരി എന്താടാ പോലെ പാട് ഒരു വേഗം അവൾക്ക് അങ്ങനെയൊന്നുമില്ല. വേഗം കയ്യാട്ടി എടി വന്നപ്പോ. വേഗം കയ്യാട്ടി. നിങ്ങള് രണ്ടാളും മാച്ചായിട്ടാണല്ലോ. ഞാനും അമ്മായിയമ്മയും മകനും മാച്ച്. അതെ, അമ്മയും തന്നെ സാരി. ആ ഫോട്ടോ എടുത്തോ? അല്ല അമ്മ എങ്ങനത്തെ സാരി? ചട്ടിയും വട്ടിയൊക്കെ കൊണ്ടിട്ട് കണ്ടു. ഇതിലാ തുണി അയച്ചിട്ട് പോലെ എഴുതിട്ടാണ് ഇവിടെ വന്നത്. ഞാനപ്പോ പറഞ്ഞു ഒക്കെ കാടാണ്. എല്ലാം എൻ്റെ തന്നെയാണ്. അല്ല അത് ഞാൻ അവൾക്ക് എന്താ സ്വന്തം കൊടുത്തത് അല്ലടി. നല്ല രസമുണ്ട് ഇല്ലേ അവൾക്ക്. അത് കുഴപ്പമൊന്നുമില്ല. ഈ ചെയ്തത് അത് നല്ല രസമുണ്ട് കാണാന്. പിന്നെ അവർക്ക് തയ്യലും കൂടി പഠിച്ചുകൂടെ? ആ നിങ്ങള് 2 പേരും കൂടി ബിസിനസ് തുടങ്ങിക്കോളൂ. തമാശ അല്ല അല്ലേ? അല്ലേ ഞാൻ പഠിക്കലേ. എന്ത് അടി നമ്മള് ബമ്പം പ്ലാനിങ് അത്ര. നിങ്ങൾ എന്തൊക്കെയാ പ്ലാൻ ചെയ്യാ? കുട്ടൻ പറയാത്രേ നിങ്ങള് 3 എന്തൊക്കെയാ പ്ലാൻ ചെയ്തിക്കണല്ലോ. എന്താന്ന് വെച്ചാ നിങ്ങൾ എന്നൊക്കെയാ ഇനിയിപ്പൊ അടുത്തൊരു ദിവസം കൂടാന്ന് പറഞ്ഞിട്ട് നമുക്ക് അന്ന് ബിരിയാണി വെക്കാന്നൊക്കെ പറഞ്ഞിട്ട്.
ആനെ വെച്ചു വന്നിട്ട് എല്ലാരും വിളിക്കുക ഭക്ഷണം കഴിക്കാനൊക്കെ അല്ലേ? ഇവരെ വിളിക്കണം, ഇവരൊക്കെ വിളിക്കണം. അല്ലേ ഞാൻ അറിഞ്ഞിട്ടില്ല, ഇവിടെ വിളിച്ചപ്പോഴാ ഞാൻ അറിയണത്. ആ വെളുത്തിട്ടുള്ള പയ്യന് എന്താ പറയാ, അവന് സെന്ററിങ് പണി അറിയോ? അവന് സെന്ററിങ്ങിന്റെ മറ്റേ മാത്രമുള്ള ടൈലസിന്റെ പണി. അവൻ മാത്രമുള്ള ടൈലസിന്റെ പണി. എന്നാ പിന്നെ ടൈലസ് ഇടാ, അവനെ വിളിക്കാലോ. അല്ലെങ്കിൽ വിളിക്കണം, എന്നിട്ട് വൈകുന്നേരം ഇപ്പൊ പേടിക്കാലോ, ബാത്റൂം കയറി. പിന്നെ നമുക്കങ്ങനെ മടിയൊന്നുമില്ല, ഓപ്പണായിട്ട് പറയുന്നത്. ചായ വെക്കണ്ടോ? അവർക്ക് ചായ കമ്പി അടിക്കണുള്ളൂ അല്ലേ? അത് സാധനങ്ങൾ വരാനൊന്നും ഉച്ചയായില്ലേ, അതാണ്. രാവിലെ നേരത്തെ നമ്മുടെ ആൾക്കാരനെ കേട്ടോ, ഏട്ടന്മാരും അന്യന്മാരും മാമന്മാരുടെ മക്കളും കേട്ടോ. ചായ നീ അരിക്കും കൂടി കൊണ്ടോ തവച്ചു. എന്തേച്ചൊരു മിന്നൽ വരുന്നു, ബൾബ് ഇതുണ്ടാവും. ഈ ചായ മാറ്റി വെച്ചായിരുന്നോ? ചായ ഇതാ കുഞ്ഞിനെ എടുക്കാണ്, നീ കഴിച്ചോ. ഇഡ്ഡലി കേട്ടോ രാവിലെ ഉണ്ടാക്കിയ, അപ്പൊ ഇനി വൈകുന്നേരത്തിന് അത് അധികം ആവണ്ടല്ലോ വെച്ചിട്ടേ അവള് കഴിക്കുകയാണ് കേട്ടോ. എന്നാ ശരി, ഈ എടുത്ത് വെച്ച തന്നെ ഇരിക്കും. ഇഡ്ഡലി വേണോ എനക്ക്? ഇന്ന് ചോറുണ്ടല്ലോ, കറി മോര് കറി ഉണ്ട്, മീൻ വറുത്തതുണ്ട്, ഇഡ്ഡലി ഇഷ്ടം പോലെ. എന്നാ ഞാൻ എടുക്കട്ടെ നട്ടില്. ഞാനതില് ചോറാണ് കരുതിയത്. ഞാനതില് ചോറാണ് കരുതിയത്. അതല്ല, രാവിലെ 2 പാക്കറ്റ് മാവ് കൊണ്ടുവന്നു, കുഞ്ഞിനെയും കൊണ്ടുവന്നു, ഏട്ടനും കൊണ്ടുവന്നു. എന്നിട്ട് ചെറുക്കന്മാര് കഴിച്ചോ? ചട്നി അതാ മഞ്ഞ പത്രത്തില്, മഞ്ഞ അടിയില്. ഇഡ്ലി നീ ഇഡ്ലി വെച്ചില്ലേ അതിന്റെ താഴെ? വൈകുന്നേരം ചാറ് കൊണ്ടുമ്പോഴേ ചാറ് കൊണ്ടുമ്പോ ഇഡ്ഡലി കഴിക്കാം. അവർക്കുള്ള തന്നെയല്ലേ പറഞ്ഞോളൂ. അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഒരാളില്ലേ? അല്ല, അവിടെ എടുത്തു വെച്ചിട്ടുണ്ടല്ലേ ഒരാള് കറിയാ. കഴിക്കട്ടെ കേട്ടോ. ബ്ലേഡിന് തന്നെ വ്യത്യാസം ഉണ്ടാവും അല്ലേ? പലക മുറിക്കണത് വേറെ, കമ്പി മുറിക്കണത് വേറെ. നോക്കിയത് ഞങ്ങളുടെ ഏറ്റവും വലിയ കാര്യം, അതിന് വലിയ തിരക്കാണ്. കോൺക്രീറ്റ് തുടങ്ങി. നിക്ക് വിടിടി. അത് പറ്റി നോക്ക്, അത് വെട്ടിക്ക വേണെങ്കിലേ എന്നാ അത് വെട്ടിക്കൊടുക്കടാ. മാമല്ലേ വല്യച്ഛ വീഴരുതിട്ടോ കുഞ്ഞാറ്റെ. ലോടക എന്താടി ഇത്? ആടലോടകോ? ഞക്ക് ഇത്ര കാലമായിട്ട് അതിന്റെ പേരറിയില്ല, എനിക്ക് സാധനം തന്നെ അറിയില്ല. കഫക്കെട്ടിനോ? അതന്നെയാണോ എന്റമ്മ? സത്യം പറ. ഞങ്ങളുടെ അവിടെ അല്ലേ വേസ്റ്റ് പോണോ? ഞങ്ങളുടെ അവിടെ ഇരിക്കുന്നിടത്ത് വേസ്റ്റ് പോണടുത്ത് ചെടി വളരുന്നില്ല, അത് ഇതാണേ. അതെ ഗർഭിണിയായിരിക്കുമ്പോ അതെ, ഞാൻ ഗർഭിണിയായിരിക്കുമ്പോ ഏട്ടൻ മുട്ടയിലൊക്കെ ഇത് കൊത്തിയതാക്കി. ഞാനെനിക്ക് പുതിയ അറിവാട്ടോ. ആടലോടകന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഉമ്മാർത്ത് നിന്നിട്ട് എനിക്ക് അറിയില്ല. വെറുതെ എങ്കിലും ഇതാവുകയാണേ, വാശി പിടിക്കുകയാണെ അവര്. ഇതാണ്ടോ ഈ കുട്ടി വെച്ച ചീത്ത പറയുന്നു. പറഞ്ഞാ കേക്കില്ല അവള്. കുഞ്ഞാവേ നോക്കത് തൂങ്ങണത്. ഏട്ടൻ വന്ന രാവിലെ മുതൽ ഇവര് രണ്ടാള് 2 കൈ തൂക്കിയിട്ടേ ഞങ്ങള് കോൺക്രീറ്റ് കാണാൻ വേണ്ടി വന്നതാണ്.
നോക്കി നോക്ക് അവൾക്ക് ഇപ്പൊ ഇന്ന് അച്ഛനെ വേണ്ട എടുക്കാന്. അച്ഛക്ക് വയ്യ മോനെ. അപ്പൊ 4 പറ നോക്കി അച്ഛൻ വിളിയിരിക്കുന്ന എന്താ ഒരംഗം നോക്കി നോക്ക്.